ഹായ്, നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: A can finish a work in 18 days and B can do the same work in 15 days. B worked for 10 days and left the job. In how many days A alone can finish the remaining work? അപ്പൊ ഇനി മുതൽ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ട് മെത്തേഡും പരിചയപ്പെടും. നിങ്ങൾക്ക് ഏതാണോ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്, അതേ എളുപ്പമായിട്ട് തോന്നുന്നത്, അത് നിങ്ങൾ പഠിച്ചാൽ മതി. രണ്ടും പഠിക്കുന്നതാണ് ബെറ്റർ. കാരണം ചില എക്സാമിന് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡായിരിക്കും വേഗത്തിൽ കിട്ടുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം, ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏതൊക്കെ മെത്തേഡ് ചെയ്താൽ വേഗം കിട്ടും എന്നുള്ള കാര്യം. അപ്പൊ ഇത് നമുക്ക് ആദ്യം എഫിഷ്യൻസി മെത്തേഡിൽ തന്നെ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഐ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 18 days. ടൈം ഓഫ് എ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 18 days എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നു ടൈം ഓഫ് ബി എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 15 days എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി വർക്ക് ഫോർ 10 days ആൻഡ് ലെഫ്റ്റ് ജോബ്. പക്ഷേ ബി എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ? 10 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അയാൾ പോയി. അങ്ങനെയാണെങ്കിൽ എ ഒറ്റയ്ക്ക് ആ ബാക്കി ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നല്ലേ പറഞ്ഞേക്കുന്നത്? എങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കാം. ബി മാത്രം എത്ര ദിവസം വർക്ക് ചെയ്തു? ഒരു 10 ദിവസം കൂടി വർക്ക് ചെയ്തു. എങ്കിൽ ഇതിന് LCM എത്ര? 18ന്റെയും 15ന്റെയും LCM എത്ര? 90 കിട്ടും. LCM ഓഫ് 18 and 15 എത്ര കിട്ടും? 90 കിട്ടും. നമുക്കറിയാം ടോട്ടൽ വർക്ക് എത്ര കിട്ടും? 90 കിട്ടും. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് എ എത്ര കിട്ടും? 90/18 5 കിട്ടും. എഫിഷ്യൻസി ഓഫ് ബി 90/15 6 കിട്ടും. അപ്പൊ നമുക്ക് രണ്ടുപേരുടെ എഫിഷ്യൻസി, അതായത് എ ഒരു ദിവസം ചെയ്യുന്ന ജോലിയായി, ബി ഒരു ദിവസം ചെയ്യുന്ന ജോലിയായി. നമ്മൾ ആ ഈ എഫിഷ്യൻസി മെത്തേഡ് ആണെങ്കിൽ ആ ഒരു ഓർഡറിൽ അങ്ങ് ചെയ്തു പോയാൽ നമുക്ക് ആൻസറിലേക്ക് ഒഴുകുകയും പ്രത്യേകിച്ചൊന്നും വേറെ ഒന്നും ആലോചിക്കണം. തുടക്കം എന്തായിരുന്നു? എന്താണ് നമ്പറുകൾ അതെടുത്ത് എഴുതുക. അതിന്റെ LCM ആയിരിക്കും ടോട്ടൽ വർക്ക്. ആ ടോട്ടൽ വർക്ക് ബൈ ടൈം എടുത്താൽ എഫിഷ്യൻസി കിട്ടും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റിനിലേക്ക് നോക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചതെന്ന്? ബി വർക്ക്ഡ് ഫോർ 10 days. അപ്പൊ ബി ഒറ്റയ്ക്കാണ് 10 ദിവസം വർക്ക് ചെയ്തത്. നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ബി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 6 വർക്ക് ചെയ്യും. ബി ഒരു ദിവസം 6 വർക്ക് ചെയ്യുമെങ്കിൽ ടൈം ഓഫ് ബി ഇൻ 10 days, ടൈം അല്ല, വർക്ക് ഡൺ ബൈ 10 days. ബി 10 ദിവസം കൊണ്ട് ചെയ്ത വർക്ക് എത്രയായിരിക്കും? 10 ദിവസം കൊണ്ട്. ഒരു ദിവസം ബി 6 വർക്ക് ചെയ്യുമെങ്കിൽ 10 ദിവസം കൊണ്ട് ബി എത്ര വർക്ക് ചെയ്യും? 60 വർക്ക് ചെയ്യും. അപ്പം ബി ആൾറെഡി എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? 60 വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി എത്ര വർക്കുണ്ട്? റിമൈനിങ് വർക്ക് എത്രയുണ്ടെന്ന് നോക്കാം. ടോട്ടൽ വർക്ക് എത്രയായിരുന്നു? 90 ആയിരുന്നു. അതിൽ 60 വർക്ക് ആൾറെഡി ആര് ചെയ്ത് കഴിഞ്ഞു? ബി ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ റിമൈനിങ് വർക്ക് എത്രയാ? 90 - 60. ഒരു 30 വർക്ക് ബാക്കിയുണ്ട്. ഈ 30 വർക്ക് ചെയ്യാൻ ഇനി ആരാ വരുന്നത്? ഈ 10 ദിവസം ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു. എന്നിട്ട് ബി എന്ത് ചെയ്തു? ജോബിൽ നിന്ന് ലെഫ്റ്റ് ആയി. എന്നിട്ട് ബാക്കിയുള്ള ജോലി ചെയ്യുന്ന ആരാ? എ അലോൺ ആണ്. അത് എ ഒറ്റയ്ക്കാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ എക്ക് എത്ര ദിവസം വേണം ഈ ജോലി തീർക്കാൻ എന്നല്ലേ? എങ്കിൽ ടൈം ഓഫ് എ ടു കംപ്ലീറ്റ് 30 ജോബ് എന്ന് വെച്ചാൽ വർക്ക് ബൈ എഫിഷ്യൻസി. ടൈം ഓഫ് എ ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്രയാ? 5. 30/5 എത്ര കിട്ടും? 6 days എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയായിരിക്കണം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോ എ ഒറ്റയ്ക്ക് ബാക്കിയുള്ള ജോബ് ചെയ്യാൻ വേണ്ടി എക്ക് എത്ര ദിവസം വേണ്ടി വരും? 6 ദിവസം വേണ്ടി വരും. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടോട്ടൽ ടൈമിലൂടെ ചോദിച്ചേക്കുന്നത് ബാക്കിയുള്ള ജോലി ചെയ്യാൻ എക്ക് എത്ര ദിവസം വേണം എന്ന് മാത്രമാണ് ചോദിച്ചേക്കുന്നത്. എങ്കിൽ ആ ബാക്കിയുള്ള ടൈം, എയുടെ ടൈം മാത്രം ആയിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 days തന്നെ കിട്ടുള്ളൂ. അപ്പം ഈ എഫിഷ്യൻസി മെത്തേഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ 1/by മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ എത്ര കിട്ടുമെന്ന് നോക്കാം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എ 18 days കൊണ്ട് വർക്ക് തീർക്കും. ബി ആണെങ്കിൽ 15 days കൊണ്ട് വർക്ക് തീർക്കും. ബി എന്നിട്ട് എത്ര ദിവസം വർക്ക് ചെയ്യും? 10 days വർക്ക് ചെയ്യും. അതിനുശേഷം എത്രയോ ദിവസം ആര് വർക്ക് ചെയ്യും? എ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി തീരും. ക്വസ്റ്റ്യൻ എഴുതി മനസ്സിലായോ? എ ഒരു ദിവസം 1/18 വർക്ക് ചെയ്യും. ബി ഒരു ദിവസം 1/15 വർക്ക് ചെയ്യും. പക്ഷെ ബി മാത്രം എന്ത് ചെയ്തു? 10 days വർക്ക് ചെയ്തു. പക്ഷെ എ അതിനുശേഷം എ ഒറ്റയ്ക്ക് എത്രയോ ദിവസം വർക്ക് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ X days വർക്ക് ചെയ്തപ്പോൾ ആ ജോലി തീർന്നു. എങ്കിൽ ആ എ ഒറ്റയ്ക്ക് ചെയ്ത വർക്ക് X days എത്രയാണ് കണ്ടുപിടിക്കണം. എങ്കിൽ x/18 വാല്യൂ എത്ര കിട്ടും? x/18 1 - 10/15. അതായത് ഈ മൊത്തം സാധനം ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇത് മൊത്തം ആണ് എടുക്കുന്നത്, അതുകൊണ്ട് ഈ പ്ലസ് അങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. 1 - 10/15. 15/15 - 10/15 എത്ര കിട്ടും? 5/15. ആൻസർ എത്ര കിട്ടും? 1/3 എന്ന് കിട്ടും. അപ്പം ഈ ഒരു വാല്യൂ നമുക്ക് x/18 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1/3 എന്ന് കിട്ടി. എങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാ? x 18/3. കാരണം എന്താ? ഈ 18 അങ്ങ് അപ്പുറത്തേക്ക് പോയി. 18/3 വാല്യൂ എത്ര കിട്ടും? 6 days എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 1/by മെത്തേഡ് ചെയ്താലും വളരെ ഈസി ആയിട്ട് 2 സ്റ്റെപ്പ്, നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ എഴുതിയതാണ്. 2 സ്റ്റെപ്പ് മതി. 2 സ്റ്റെപ്പ് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇൻഡിവിജ്വൽ ടൈം, അതായത് എ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യുന്ന ടൈം. അപ്പം ബേസിക് ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. കാരണം എന്താ? ഈ 1/by മെത്തേഡ് നിങ്ങൾക്ക് ഒരു ഐഡിയ വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം എ ഒറ്റയ്ക്ക് ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും? ഒരു 6 ദിവസം വേണ്ടി വരും. അത് എഫിഷ്യൻസി മെത്തേഡ് ചെയ്താലും നമുക്ക് കിട്ടും, 1/by മെത്തേഡ് ചെയ്താലും കിട്ടും. ഇനി നിങ്ങൾക്ക് ഏതാണ് എളുപ്പം തോന്നുന്നത് ആ മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കുക.
രണ്ടും ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ABC can do a piece of work in 24 days and 30 days and 40 days, 24, 30 and 40 days respectively. They began the work together, but C left 4 days before the completion of work. In how many days the work was completed? Okay, എയും ബിയും സിയും കൂടിയാണ് ഈ ജോലി ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എന്നാണോ ജോലി തീരുന്നത് അതിനേക്കാൾ 4 ദിവസം മുമ്പ് ആര് മാത്രം പോയി? സി മാത്രം പോയിട്ടുണ്ടെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും? എന്നുവെച്ചാൽ മൊത്തം ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്കിൽ നമുക്ക് ആദ്യം എഫിഷ്യൻസി മെത്തേഡിൽ തന്നെ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 1/by മെത്തേഡ് പഠിപ്പിക്കാം. അപ്പൊ എഫിഷ്യൻസിയിലാണെങ്കിൽ ടൈം ഓഫ് എ നമുക്കറിയാം എത്രയായിരുന്നു, 24 ആയിരുന്നു. ടൈം ഓഫ് ബി നമുക്കറിയാം 30 ആയിരുന്നു. ടൈം ഓഫ് സി നമുക്കറിയാം എത്രയായിരുന്നു, 40 ആയിരുന്നു. ടോട്ടൽ വർക്ക് നോക്കാം. LCM ഓഫ് 24, 30, 40. ആൻസർ എത്ര കിട്ടും? 120 കിട്ടും. LCM ഓഫ് 24, 30, 40. എങ്കിൽ എഫിഷ്യൻസി ഓഫ് എത്ര കിട്ടും? 120/24 എത്ര കിട്ടും? 5 കിട്ടും. എഫിഷ്യൻസി ഓഫ് ബി 120/30 എത്ര കിട്ടും? 4 കിട്ടും. എഫിഷ്യൻസി ഓഫ് സി 120/40 എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എഫിഷ്യൻസി ഓഫ് എ ബി സി കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവർ 3 പേരും കൂടി ഒരുമിച്ചാണ് ജോലി ചെയ്തത്. പക്ഷേ എന്നാണോ ജോലി തീരുന്നത് അതിനേക്കാൾ 4 ദിവസം മുമ്പ് ആര് പോയി? സി പോയി. എന്ന് വെച്ചാൽ ആ ലാസ്റ്റ് 4 days ആരൊക്കെ ജോലി ചെയ്തിട്ടുള്ളൂ? എയും ബിയും മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിക്കൂടെ? ഇവരെല്ലാവരും കൂടിയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ലാസ്റ്റ് 4 days എന്നാണ് ജോലി തീരുന്നത് അതിനേക്കാൾ 4 ദിവസം മുമ്പ് ആര് പോയി? സി പോയി. അപ്പം തീരുന്നതിന് 4 ദിവസം മുമ്പ് സി പോയിട്ടുണ്ടെങ്കിൽ സി പോയതിനു ശേഷം പിന്നെ ആരേ ഉള്ളൂ അവിടെ? എയും ബിയും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ആ ലാസ്റ്റ് 4 days എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും നമുക്ക് നോക്കാം. അപ്പൊ എ ആണെങ്കിൽ ഒരു ദിവസം 5 വർക്ക് ചെയ്യും, ബി ആണെങ്കിൽ ഒരു ദിവസം 4 വർക്ക് ചെയ്യും. എങ്കിൽ ഈ ലാസ്റ്റ് 4 days എയും ബിയും കൂടി ചെയ്ത ജോലി എത്രയാണെന്ന് വെച്ചാൽ, എ എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും ഒരു ദിവസം. ബി ഒരു ദിവസം 4 ജോലി ചെയ്യും. അങ്ങനെ അവർ 4 ദിവസം വർക്ക് ചെയ്തു. എന്തുകൊണ്ട്? സി ഇല്ലാത്തതുകൊണ്ട് അവർ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു ജോലി ചെയ്യാൻ. അപ്പൊ എത്ര കിട്ടും? 9 × 4 എത്ര കിട്ടും? 36 കിട്ടും. അപ്പൊ 36 വർക്ക് അവർ എന്ത് ചെയ്തു? ഈ ലാസ്റ്റ് 4 days കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. എയും ബിയും കൂടി ചേർന്ന് ലാസ്റ്റ് 4 days കൊണ്ട് 36 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എങ്കിൽ ബാക്കി എത്ര ജോലി ഉണ്ടെന്ന് നോക്കാം. 120 - 36 എത്ര കിട്ടും? 4 + 6 10, 4 + 8 12, 84 വർക്ക് ബാക്കി ബാലൻസ് ഉണ്ട്. ഈ 84 വർക്ക് ചെയ്യാൻ ഇനി ആരൊക്കെ ഉണ്ട്? എയും ബിയും സിയും ഉണ്ട്. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു, മൊത്തം ഇത്രയായിരുന്നു ജോലി. അത് ചെയ്യാൻ വേണ്ടി എയും ബിയും സിയും ഉണ്ടായിരുന്നു. അവരിങ്ങനെ ജോലി ചെയ്ത് ഒരു 4 ദിവസത്തിന് മുമ്പ് ആര് പോയി? സി പോയി. പിന്നെ എയും ബിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എയും ബിയും കൂടി എത്ര വർക്ക് ചെയ്തു? ഇപ്പം 36 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. മൊത്തം എത്ര വർക്കായിരുന്നു? 120 വർക്കായിരുന്നു. ഇനി ബാക്കി എത്ര ഉണ്ട്? ഇനിയിപ്പോ ഒരു 84 വർക്ക് ബാക്കിയുണ്ട്. എങ്കിൽ ഈ 84 വർക്ക് ചെയ്യുന്ന ആരൊക്കെ ആയിരിക്കും? എയും ബിയും സിയും കൂടെ ആയിരിക്കും. കാരണം തുടക്കത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എയും ബിയും സിയും ഉണ്ടായിരുന്നു. എങ്കിൽ എയും ബിയും സിയും കൂടി ഈ 84 വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുക്കും എന്ന് നമുക്ക് നോക്കാം. ഞാനിതങ്ങ് വായിച്ചേക്കട്ടെ. എങ്കിൽ എയും ബിയും സിയും കൂടി നമുക്ക് വർക്ക് എത്രയായിരുന്നു? 84 വർക്കാണ് ഇനി തീർക്കാനുള്ളത്. എങ്കിൽ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഞാൻ വായിച്ചു കളഞ്ഞു. എത്രയായിരുന്നു എഫിഷ്യൻസി ഓഫ് എ? നമുക്ക് കിട്ടും 5 കിട്ടും, ബി 4 കിട്ടും, സി 3 കിട്ടും. അപ്പം 5 + 4 + 3 എത്ര കിട്ടി? 9 + 3 12 കിട്ടി. അപ്പം ഇതെന്തായിരുന്നു? ടൈം ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. ടൈം ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് വെച്ചാൽ എത്രയാ? റിമൈനിങ് വർക്ക് ബൈ ആരൊക്കെയാണ് ജോലി ചെയ്യുന്നത് അവരുടെ എഫിഷ്യൻസി. ആരുടെയൊക്കെയാണ് ടൈം വേണ്ടത് അവരുടെ എഫിഷ്യൻസി. അവരുടെ സമയം എത്രയാ? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എത്രയാ? 5 + 4 + 3 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. എങ്കിൽ ഇതായിരിക്കും അവർ 3 പേരും കൂടി ചേർന്ന് ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. അങ്ങനെയാണെങ്കിൽ 84 വർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് എത്ര ദിവസം വേണം എന്നല്ലേ? എത്ര ദിവസം വേണം? 84/12 8 days വേണ്ടി വരും. 7 days വേണ്ടി വരും. 7 days ആയിരിക്കും അവർക്ക് എന്ത് വേണ്ടി വരുന്നത്? ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പം എയും ബിയും സിയും കൂടി ചേർന്ന് 7 ദിവസം വർക്ക് ചെയ്താൽ എത്ര വർക്ക് തീരും? 84 വർക്ക് തീരും. അങ്ങനെ 84 വർക്ക് തീർന്നപ്പോൾ ആര് പോയി? സി പോയി. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന 36 വർക്ക് ആര് ചെയ്തു? എയും ബിയും കൂടി ചേർന്ന് ഒരു 4 ദിവസം കൊണ്ട് ചെയ്തപ്പോൾ തീർന്നു. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, ഇൻ ഹൗ മെനി ഡേയ്സ് വാസ് ദി വർക്ക് കംപ്ലീറ്റഡ് എന്ന് ചോദിക്കുമ്പോൾ ഈ ഫൈനൽ 7 ആണോ നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്? അല്ല.
ഈ ഒരു ജോലി തീരാൻ എത്ര ദിവസം വേണ്ടി വന്നു എന്നാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ എത്രയായിരിക്കും? ഈ 7 ഡേയ്സും വേണം, പിന്നെ ഈ ഒരു 4 ഡേയ്സും വേണം. അപ്പൊ ടോട്ടൽ ടൈമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 7 + 4 എത്ര കിട്ടും? 11 ഡേയ്സ് വേണം ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അവർക്ക് മൊത്തത്തിൽ ഈ ഒരു ജോലി തീർക്കാൻ വേണ്ടി എത്ര ദിവസം വേണ്ടി വന്നു? ഒരു 11 ദിവസം വേണ്ടി വന്നു. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു സാധാ മെത്തേഡ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് തോന്നുന്നു. കാരണം ഇതുപോലത്തെ ഒരു ബേസിക് ക്വസ്റ്റ്യാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞത്. എങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊരു 1 by മെത്തേഡ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ കിട്ടുക നോക്കാം. വേഗം ചെയ്യാം. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നവരെ ഞാൻ ഇങ്ങനെ 2 മെത്തേഡിലും പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് വേഗം വേഗം പോകാം. എങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ 1 by മെത്തേഡിലാണെങ്കിൽ എ 1 by 24 വർക്കായിരിക്കും ഒരു ദിവസം ചെയ്യുക, ബി 1 by 30 വർക്കായിരിക്കും ഒരു ദിവസം ചെയ്യുക, സി 1 by 40 വർക്കായിരിക്കും ഒരു ദിവസം ചെയ്യുക. ആണല്ലോ. അങ്ങനെ ഇവർ 3 പേരും കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങി. എത്രയോ ഒരു ദിവസം, എത്രയോ ഒരു ടൈം വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ജോലി തീർന്നു. ആ തീർന്ന ടൈം, അത് ഇവർ 3 പേരും ഉണ്ടായിരുന്നല്ലോ തുടങ്ങിയപ്പോൾ. അപ്പോൾ ആ തീർന്ന ടോട്ടൽ ടൈമിന് ഞാൻ ടി എന്ന് വിളിച്ചു. എക്സ് എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ടോട്ടൽ ടൈമിന് ടി എന്ന് വിളിച്ചു. ഈ തുടങ്ങിയപ്പോൾ മുതൽ ലാസ്റ്റ് തീരുന്നവരുള്ള ടൈമാണെന്ത്? ഈ ടി. അപ്പം എ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എ ടൈം എത്രയാ? ടി തന്നെയാണ്. ബിയും തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബിയുടെ ടൈം എത്ര തന്നെയാ? ടി തന്നെയാണ്. പക്ഷെ സി തുടക്കം ഉണ്ടായിരുന്നു, പക്ഷെ തീരുന്നതിനേക്കാൾ ഒരു 4 ദിവസം മുമ്പ് ആര് പോയി? സി പോയി. അതുകൊണ്ട് സിയുടെ ടൈം എത്രയായിരിക്കും? എത്രയാണോ ടോട്ടൽ ടൈം അതിനേക്കാൾ ഒരു 4 ദിവസം കുറവായിരിക്കും. അങ്ങനെ ഇവർ 3 പേരോട് വർക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആയി. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ LCM of 24, 30, 40. LCM എത്ര കിട്ടും? 120 കിട്ടും. എങ്കിൽ ഈ 24 120 ആകാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി? ഞാൻ വേഗം ചെയ്യണം. 5t കിട്ടും എയുടെ. ഇവിടെ എത്ര കിട്ടും? 30 120 ആവാൻ എന്ത് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇവിടെ എത്ര കിട്ടും? 40 കിട്ടും. പ്ലസ് 40 120 ആവാനോ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 3t - 12 എന്ന് കിട്ടും. കാരണം 3 × t - 4 3t - 12 അതിന്റെ വാല്യൂ ആയിരിക്കും എത്ര കിട്ടുന്നത്? 1 എന്ന് കിട്ടുന്നത്. എങ്കിൽ ഇതിന്റെ സം എടുത്ത് എത്ര കിട്ടും? 5t + 4t + 3t എത്ര കിട്ടും? 12t. 12t - 12 = 120 എന്ന് കിട്ടും. അത് ഈ 120 മേലേക്ക് പോയി. എങ്കിൽ 12ന്റെ വാല്യൂ എത്ര കിട്ടും? 12t = 120 + 12 എത്ര കിട്ടും? 132 എന്ന് കിട്ടും. എങ്കിൽ ടീന്റെ വാല്യൂ എത്ര കിട്ടും? 120 ആയിരുന്നെങ്കിൽ 12 × 10 ആയിരുന്നു. അതിന്റെ കൂടെ ഇപ്പോൾ ഒരു 12 കൂടി വന്നു. അപ്പൊ എത്ര ആയിരിക്കും? 12 × 11 ആയിരിക്കും എന്ത്? ഈ പറയുന്ന ടോട്ടൽ ടൈം. അതായത് 12t അല്ലെങ്കിൽ 132/12 ചെയ്താലും മതി. 132/12 എത്ര കിട്ടും? 11. 1 12s are 12, പിന്നെ ബാക്കി ഒരു 12 ഉണ്ട്. അപ്പൊ 11 തന്നെ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? ടോട്ടൽ ടൈം. ഈ സെയിം 11 ഡേയ്സ് തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടിയത്? നമ്മൾ എഫിഷ്യൻസി മെത്തേഡ് ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പൊ രണ്ട് മെത്തേഡ് ആണെങ്കിലും ഒന്ന് നേരെ ചെയ്യുന്നതും തലകുത്തി ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതി ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എല്ലാം പറഞ്ഞുതരാം. എല്ലാം എളുപ്പമുള്ള കാര്യം തന്നെയാണ്. ആ കൺസെപ്റ്റ് ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ വന്നാൽ എങ്ങനെയൊക്കെ എടുക്കണം, ഇതൊക്കെ നമുക്ക് തുടക്കത്തിൽ ഇപ്പോൾ ഒരു പുതിയ അറിവായിരിക്കും. ഇങ്ങനെയൊക്കെ ടി എടുക്കുകയും t - 4 എടുക്കുകയും ചെയ്തൊക്കെ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഇട്ട് വേഗത്തിലും ചെയ്താൽ മതി. ഇവിടെ നമുക്ക് വേണ്ടത് ടോട്ടൽ ടൈം ആയിരുന്നു. അതുകൊണ്ടാണ് ആ ടോട്ടൽ ടൈം ഞാൻ എന്ത് ചെയ്ത് എക്സ് വരെ ടി എന്ന് എഴുതിയത്. പിന്നെ ഒരാൾ എന്ത് ചെയ്തു? ഒരു 4 ദിവസം കുറച്ചാണ് എടുത്തത്. അപ്പൊ അതിനകത്ത് ടോട്ടൽ ടൈമിനേക്കാൾ 4 ദിവസം കുറച്ചാണ് ആരെടുക്കുന്നത്? സി എടുക്കുന്നത്. അവർ 3 പേരും കൂടി വർക്ക് ചെയ്തപ്പോൾ അവർക്ക് തീർന്നു. ഞാനൊന്ന് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടീന്റെ വർക്ക്, ടീന്റെ വാല്യൂ എത്ര കിട്ടി? ഈ ടോട്ടൽ ടൈം ടി എന്ന് വെച്ചാൽ 11 ഡേയ്സ് എന്ന് കിട്ടി. അപ്പം ഇതൊക്കെ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഏകദേശം ഒരു ഐഡിയ ഈ ടൈം വർക്കിന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ തരാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: A can do a piece of work in 10 days, B in 15 days. They work together for 5 days and the rest of the work is finished by C in 2 more days. If they get ₹3,000 as wages for all, what are the daily wages of A, B and C respectively? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒരു ജോലി 15 ദിവസം കൊണ്ടും തീർക്കുമായിരുന്നു. അവർ രണ്ടുപേരും കൂടി വർക്ക് ചെയ്തു 5 ദിവസം. എന്നുവെച്ചാൽ അവർ രണ്ടുപേരും കൂടി 5 ദിവസം വർക്ക് ചെയ്തു. എയും ബിയും കൂടി 5 ദിവസം വർക്ക് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ദ റെസ്റ്റ് ഓഫ് ദി വർക്ക് ഈസ് ഫിനിഷ്ഡ് ബൈ സി ഇൻ 2 more days. എന്നിട്ട് ബാക്കി ജോലി ചെയ്യാൻ വേണ്ടി സി വന്നു. സി എത്ര ദിവസം വേണ്ടി വന്നു? ഒരു 2 ദിവസം കൊണ്ട് ബാക്കിയുള്ള ജോലി തീർച്ചു. അവർക്ക് മൊത്തത്തിൽ ഒരു 3000 രൂപയാണ് കിട്ടിയെങ്കിൽ അതിൽ എയും ബിയും സിയും കൂടി എത്ര രൂപ വെച്ച് വീതിച്ചെടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ ഇതിന് ആൻസർ എത്ര കിട്ടും നിങ്ങൾ നോക്കാം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. 1 by മെത്തേഡ് ഉപയോഗിക്കാം, എഫിഷ്യൻസി മെത്തേഡ് ഉപയോഗിക്കാം. ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഇതിന്റെ ആൻസർ എത്ര കിട്ടും നോക്കാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഉറപ്പായിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുവരെ ശരിയെങ്കിൽ